പാവട തയ്യാറാക്കാൻ പോവുകയാണ്. അതിനു വേണ്ടി 3 ഗ്ലാസ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്, കുറച്ച് അവലെടുത്തിട്ടുണ്ട്, ഒരു നാളികേരം ചിരകി എടുത്തിട്ടുണ്ട്, കുറച്ച് ഏലക്കായും പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്തിട്ടുണ്ട്, ഒരു 2 ഉണ്ട ശർക്കര എടുത്തിട്ടുണ്ട്. ഈ എടുത്തിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ലൂസാക്കി എടുക്കുകയാണ്. കട്ട കെട്ടാതെ വേണം എടുക്കാൻ. തണുത്ത പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ലൂസായിട്ട് മാവ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഗ്യാസിൽ വെച്ച് നമ്മൾ ഒന്ന് കുറുക്കിയെടുക്കും. അടയിലേക്കുള്ള ഫില്ലിങ്സ് തയ്യാറാക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അതിലേക്ക് ശർക്കര ഇട്ട് കൊടുക്കുക. ഈ ശർക്കര പാനിയിലേക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുക്കുകയാണ്. ചിരകി വെച്ചിരിക്കുന്ന നാളികേരം ഇട്ട് കൊടുത്തു. പൊടിച്ച് വെച്ചിരിക്കുന്ന പഞ്ചസാരയും ഏലക്കയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എടുത്ത് വെച്ചിരിക്കുന്ന അവിലൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് നെയ്യോടെ ചേർത്ത് കൊടുക്കുകയാണ്. അടയിലേക്ക് നാളികേര ശർക്കര പാനിലേക്ക് അവലും ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതും കുറച്ച് നെയ്യും കൂടെയാണ്. അപ്പം അടയ്ക്കുള്ള ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിനി ഇവിടെ ഇരുന്ന് നാറട്ടെ. അടയ്ക്കുള്ള മാവ് തയ്യാറാക്കാൻ പോവുകയാണ്. വറുത്ത അരിപ്പൊടി നല്ലപോലെ പച്ചവെള്ളത്തിൽ ലൂസാക്കി എടുത്തതാണിത്. ഇനി നന്നായിട്ട് കുറുക്കിയെടുക്കാൻ പോവുകയാണ്. കുറച്ച് നെയ്യോടെ ഇട്ട് കൊടുക്കുകയാണ്. തവി ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. സ്റ്റീലിൻ്റെ തവി മാറ്റിയിട്ട് തടിയുടെ തവി ആക്കിയിട്ടുണ്ട്. ഇളക്കാൻ ഒന്നുകൂടെ സൗകര്യം, നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ ഇളക്കാൻ ഒന്നുകൂടെ സൗകര്യം തടിയുടെ തവിയാണ്. മാവ് നല്ല കുറുകി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം പാത്രത്തിൽ നിന്നൊക്കെ നല്ലപോലെ വിട്ട് മാവ് വരുന്നുണ്ട്. അപ്പം പാവടയ്ക്കുള്ള മാവും തയ്യാറായിട്ടുണ്ട്, ഫില്ലിങ്സും തയ്യാറായിട്ടുണ്ട്. അട പരത്തി എടുക്കാൻ പോവുകയാണ്. ഇതുപോലെ ഒരു ഇല എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരിലയിലേക്ക് ചെറിയൊരു ഉരുള എടുത്ത് വെച്ചിട്ടുണ്ട്. അട ഇങ്ങനെ എല്ലാ ഇലയിലേക്കും പരത്തി എടുക്കാൻ പോവുകയാണ്. മിക്സ് വെച്ച് കൊടുക്കുകയാണ്. മടക്കി ഇവിടെ അടയെടുക്കുമ്പോൾ ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ തുറത്ത് വെക്കാറുണ്ട്. അതായത് ഒന്നും പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മടക്കും. ഇങ്ങനെ മടക്കിയാണ് അട വെക്കുന്നത്. ഇതാണ് നമ്മുടെ പാവടയുടെ ഇങ്ങനെ മടക്കിയെടുക്കും. പാവടയെല്ലാം പരത്തിയെടുക്കാം.
അടയെല്ലാം വാട്ടിയ ഇലയിൽ വെച്ച് ഫില്ല് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇത് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഈ 2 പാത്രത്തിൽ വെച്ചാണ് അട വേവിച്ചെടുക്കാൻ പോകുന്നത്.